വെൽക്കം ബാക്ക് ടു കൺട്രി കുക്ക് ബുക്ക്. നമ്മൾ മുമ്പൊരിക്കൽ ബീഫ് സ്റ്റേക്ക് കല്ലിൻ്റെ മുകളിൽ വെച്ച് പ്രിപ്പയർ ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു. അതേ രീതിയിൽ നമ്മളിത്തവണ ഫിഷാണ് ഗ്രില്ല് ചെയ്യാൻ പോകുന്നത്. എംഫോടെക് എന്ന് പറയുന്ന മലയാളം യൂട്യൂബ് ചാനലിൽ മിക്കവരും തന്നെ കണ്ടിട്ടുണ്ടാവും ഹാരിസ് സമീർ അലി ഉപ്പ് വെച്ചിട്ട് മീൻ ഗ്രില്ല് ചെയ്യുന്നത്. ആ സെയിം ഡിഷ് തന്നെ നമ്മൾ കല്ലിൻ്റെ മുകളിൽ വെച്ച് തയ്യാറാക്കുകയാണ്. ഫിഷ് ഗ്രില്ല് ചെയ്യുന്നത് ശരിക്കും അത് വേൾഡ് വൈഡുള്ള ഒരു റെസിപ്പിയാണ്. അതിനെ സാൾട്ട് ക്രസ്റ്റഡ് ഗ്രിൽഡ് ഫിഷ് എന്നാണ് പറയുന്നത്. അദ്ദേഹം ആ വീഡിയോയിൽ പറയുന്ന പോലെ തായ്ലൻഡിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ സ്ട്രീറ്റിൽ കൂടിയൊക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സുലഭമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഡിഷാണ്. അവിടെ അതിന് മിയാം പ്ലാപ്പാവ് എന്നാണ് പറയുന്നത്. നമുക്ക് വായിക്കൊള്ളാത്തൊരു പേരാണ്. അപ്പോൾ ഞാനത് നമ്മുടെ വീഡിയോയിലൊക്കെ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു, തായ്ലാൻഡ് ട്രിപ്പിലൊക്കെ. ഇതിനകത്ത് നമ്മൾ കോമ്പിനേഷനായിട്ട് എടുത്തിരിക്കുന്നത് അദ്ദേഹം ആ വീഡിയോയ്ക്കകത്ത് കാണിച്ച സെയിം ചമ്മന്തി തന്നെയാണ്. യഥാർത്ഥത്തിൽ തായ്ലൻഡിലെ ഒരു റെസിപ്പി പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെളുത്തുള്ളിയും മുളകും അതുപോലെ തന്നെ പഞ്ചസാര, ഫിഷ് സോസ്, നാരങ്ങ നീര് ഇതൊക്കെ വെച്ചിട്ടാണ് അവർ തയ്യാറാക്കുന്നത്. അപ്പോൾ ആ ടേസ്റ്റ് നമുക്ക് അങ്ങോട്ട് പിടിക്കാൻ വഴിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ചട്നി തന്നെ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആ റെസിപ്പി നമ്മുടേതായ ഒരു ശൈലിയിൽ പ്രിപ്പയർ ചെയ്തെടുക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഇതിനകത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ അടുത്ത് തന്നെ ഒരു തോടുണ്ട്, നമ്മുടെ കൾച്ചറ തോട്. ആ തോടിൻ്റെ പക്കത്ത് പോയിട്ടാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഇതാണ് കൾച്ചർ തോട്. നമ്മൾ ഇതിനു മുമ്പും പല വീഡിയോകളിൽ കാണിച്ചിട്ടുണ്ട്. വളരെ ക്യൂട്ടായിട്ടുള്ളൊരു തോടാണ്. ഇതിൻ്റെ മുകളിലൊരു ചിറയുണ്ട്. അതിൻ്റെ സൈഡിൽ തന്നെ നമുക്ക് അടുപ്പ് സെറ്റ് ചെയ്യാം. ഈ തോട്ടിൽ നിന്ന് തന്നെ അത്യാവശ്യം പരന്ന ഒരു കല്ല് ഒപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിനി പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. ഇതിൻ്റെ പ്രധാന ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പാണ്. ഉപ്പിൽ ഈ മീനിനെ പൊതിഞ്ഞിട്ടാണ് ഗ്രില്ല് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്കൊരു നാരങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി വട്ടത്തിൽ മുറിച്ചെടുക്കാം. നമ്മൾ ഈ മീൻ ക്ലീൻ ചെയ്യുമ്പോൾ അതിൻ്റെ വയറിൻ്റെ ഉള്ളിലുള്ള വേസ്റ്റ് മാത്രമേ കളയുന്നുള്ളൂ. അല്ലാതെ അതിൻ്റെ തലയോ ചെതുമ്പലോ ചിറകോ ഒന്നും തന്നെ കളയുന്നില്ല. അപ്പോൾ നമ്മൾ ഈ മീനിൽ ക്ലീൻ ചെയ്തിട്ട് ഈ നാരങ്ങയുടെ പീസുകൾ ഓരോന്നായിട്ട് വയറിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഉപ്പ് മീനിലൊന്ന് പൊതിഞ്ഞ് വെക്കണം. നമ്മളിതിനകത്ത് വേറെ ഒരു ഇൻഗ്രീഡിയൻസും ചേർക്കുന്നില്ല. ഇതിൻ്റെ കൂടെ കൊടുക്കുന്ന ചമ്മന്തിയാണ് ഈ മീനിന് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ രണ്ട് മീനിലും ഉപ്പ് നന്നായിട്ട് പൊതിഞ്ഞു. അപ്പോൾ നമ്മുടെ കല്ലും ചൂടായിട്ടുണ്ട്. കല്ലിലേക്കും കുറച്ച് ഉപ്പ് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് മീനെ അതിനകത്ത് വെച്ച് കൊടുക്കാം. ചെറിയ കല്ലായതുകൊണ്ട് ഒരു മീനെയാണ് അറ്റ് എ ടൈം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ശരിക്കും അത്ര ഷേപ്പുള്ള കല്ലൊന്നുമല്ല, എങ്കിലും കിട്ടിയത് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം. കല്ലിന് കുറച്ച് കനക്കൂടുതലുള്ളതുകൊണ്ട് കുറച്ച് സമയം എടുക്കുന്നു ചൂടായി വരാൻ. അപ്പോൾ കല്ലൊക്കെ ചൂടായി, നമ്മുടെ മീൻ ഒരു സൈഡ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അതൊന്ന് മറിച്ചിട്ടപ്പം അവൻ്റെ വാല് മുറിഞ്ഞു, അല്ലെങ്കിൽ നമുക്കൊരു ഷേപ്പിൽ കിട്ടിയാണ്. ഇനി ഇവൻ ഇവിടെ ഇരുന്ന് റെഡിയാകുമ്പോഴത്തേക്കും നമുക്ക് ചമ്മന്തി തയ്യാറാക്കാം. ആദ്യം നമുക്ക് ഈ പച്ചമാങ്ങ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് ചതച്ചെടുക്കണം. ഇനി മുറിച്ചെടുത്ത മാങ്ങ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം.
അപ്പോൾ നമുക്ക് ഈ ചമ്മന്തിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും പച്ചമാങ്ങ, തക്കാളി, പച്ചമുളക്, നാരങ്ങ നീര്, വെളുത്തുള്ളി, ഉപ്പ്, ഇത്രയും സംഗതികളാണ് ഇതിൻ്റെ അകത്ത് ആവശ്യമുള്ളൂ. ഇനി നമുക്ക് ഈ തക്കാളിയും പച്ചമുളകും കൂടി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അരച്ചെടുക്കാം. നമ്മളിത് പല ലെവലായിട്ട് അരയ്ക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടി ഒരുമിച്ച് അരയ്ക്കാൻ ഇതിനകത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് എല്ലാം സെപ്പറേറ്റ് ഒന്ന് അരയ്ക്കാൻ നോക്കുന്നത്. മുളക് നന്നായിട്ടൊന്ന് അരങ്ങട്ടെ, കണ്ണിൽ തെറിക്കാതെ നോക്കണം, അതാണ് ഒരു പ്രശ്നം. ഇനി അത് മാറ്റി വെച്ചിട്ട് നമുക്ക് കുറച്ച് വെളുത്തുള്ളി അരച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ഒന്ന് ഇട്ട് ചതച്ചെടുക്കാം. ഈ തക്കാളി പിന്നെ അധികം ചതയാനൊന്നുമില്ലല്ലോ. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നേരത്തെ അരച്ച് വെച്ച മാങ്ങ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് 1-2 മുറി നാരങ്ങയും പിഴിഞ്ഞ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചമ്മന്തി തയ്യാർ. വളരെ സിമ്പിളാണ്, പക്ഷേ ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ മീൻ തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തവനെ കല്ലിലേക്ക് വെക്കാം. കല്ല് നന്നായിട്ട് ചൂടായിട്ടാണ് മീനെ വെക്കുന്നതെന്നുണ്ടെങ്കിൽ വെറും 5 മിനിറ്റ് താഴെ മതി മീനിൻ്റെ ഒരു സൈഡ് വെന്ത് കിട്ടാൻ. അപ്പോൾ ഇവൻ്റെ ഒരു സൈഡ് വെന്തിട്ടുണ്ട്. ഇനിയൊന്ന് മറിച്ച് കൊടുക്കാം. കണ്ടോ, വളരെ പെട്ടെന്ന് തന്നെ മീൻ റെഡിയാവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ മീനും തയ്യാറായി കഴിഞ്ഞു. ഭയങ്കര ചൂടാണ്, ഇതിൻ്റെ അടുത്ത് കൈ കൊണ്ടുവരാൻ പറ്റില്ല, അത്ര ചൂടാണ്. ഇവനെ നമുക്കൊരു ഇലയിൽ തന്നെ എടുക്കാം, കുറച്ച് നാച്ചുറൽ ലുക്കിൽ തന്നെ ഇരിക്കട്ടെ. ഇനി ഇവന്മാർ രണ്ടുപേരെയും അടുപ്പിച്ച് വെച്ചിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കേട്ടോ, ഇതിൻ്റെ ഈ തൊലി കണ്ടോ, അതൊരു ലെയർ പോലെ വളരെ സിമ്പിളായിട്ട് പൊളിഞ്ഞും പോരും. കേട്ടോ, അതിൻ്റെ ദശ മാത്രമായിട്ട് നമുക്ക് കിട്ടും. ഇനി അതിനകത്തേക്ക് ഉപ്പ് പോലും ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം അത്യാവശ്യം ഉപ്പൊക്കെ നമ്മൾ പൊതിഞ്ഞ് വെച്ചതിൻ്റെ അകത്തുനിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മുടെ ചമ്മന്തി കൂടി ചേർത്ത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം.
സംഭവം കിടുവാണ്, ഒന്നും പറയാനില്ല, ഭയങ്കര ടേസ്റ്റിയാണ്. ഇത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. തീർച്ചയായിട്ടും നിങ്ങളിത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ വാച്ചിങ്.